بسم الله الرحمن الرحيم وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൽ അതിൻ്റെ ആദ്യത്തെ അധ്യായമാണ് വിശദീകരിച്ച് മനസ്സിലാക്കിയത്. തൗഹീദിൻ്റെ ഹുക്ം അഥവാ വിധി എന്ത് എന്നതിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതാനും വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് കിതാബ് തൗഹീദിലെ രണ്ടാമത്തെ അധ്യായം ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ് അഥവാ തൗഹീദിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന അധ്യായം. ബാബു ഫദ്ലി തൗഹീദിൻ്റെ ഫദ്ല് വിവരിക്കുന്ന അധ്യായം. വമാ യുകഫിറു മിനദ്ദുനൂബ്, തൗഹീദ് പാപങ്ങൾ മായ്ക്കുകയും അതേപോലെ പോക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം. യഥാർത്ഥത്തിൽ പാപങ്ങൾ തൗഹീദ് മായ്ക്കും, പാപങ്ങൾ മറക്കും എന്നുള്ളത് തൗഹീദിൻ്റെ ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്. അപ്പോൾ ഫദ്ലു തൗഹീദി വമാ യുകഫിറു മിനദ്ദുനൂബ്, തൗഹീദിൻ്റെ മഹത്വം. തൗഹീദ് പാപങ്ങൾ മായ്ക്കുന്നു, മറക്കുന്നു. അത് തൗഹീദിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ്. പക്ഷേ എന്തിനാണ് തൗഹീദിൻ്റെ മഹത്വം എന്നുള്ള ആമായ പൊതുവായ ഒരു വിഷയം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഖാസായ ഒരു മഹത്വം ഇവിടെ പറഞ്ഞത്? ഖാസായത് എന്താ? തൗഹീദ് പാപങ്ങളെ മായ്ക്കുകയും മറക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് മഹത്വം തന്നെയാണ്. പക്ഷെ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞാൽ എന്താ? അത് ഈ മഹത്വത്തിൻ്റെ പ്രാധാന്യം അറിയാനാണ്. തൗഹീദിന് ധാരാളം മഹത്വങ്ങളുണ്ട്.
അതിൽ തൗഹീദ് ആളുകളുടെ പാപങ്ങളെ മായ്ക്കുകയും പോക്കുകയും ചെയ്യുമെന്നുള്ള മഹത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും ആളുകൾ അറിയാനാണ് ഇത് പ്രത്യേകം അത്തഫ് ചെയ്ത് ഇവിടെ ഉണർത്തിയത്. ഏതായാലും തൗഹീദിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന അധ്യായമാണ്. അതിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിലെ ഒരായത്തും ഏതാനും ഹദീസുകളുമാണ് നൽകിയത്. തൗഹീദിൻ്റെ 5 മഹത്വങ്ങളാണ് ഈ അധ്യായത്തിലൂടെ ഷെയ്ഖ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, വഖൗലില്ലാഹി തആല അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. പിന്നീട് ഹദീസുകളാണ്. അൻ ഉബാദത ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل أخرجاه. ولهما في حديث عتبان فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. وعن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال قال موسى يا رب علمني شيئا أذكرك وأدعوك به قال قل يا موسى لا إله إلا الله قال يا رب كل عبادك يقولون هذا قال يا موسى لو أن السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. رواه ابن حبان والحاكم وصححه. للترمذي وحسنه عن أنس رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول قال الله تعالى يا ابن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. ഇതാണ് പ്രസ്തുത അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതായ നസ്സുകൾ. ഒരായത്തും 4 ഹദീസുകളും. തൗഹീദിന്റെ ഫضലാണ് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തെളിവ് വഖൗലുല്ലാഹി തആല അല്ലെങ്കിൽ വഖൗലില്ലാഹി തആല അല്ലദീന ആമനു. അല്ലദീന ആമനു വിശ്വസിച്ചവർ. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. വലം യൽബിസു എന്ന് പറഞ്ഞാൽ വലം യഖ്ലിതു, അവർ കലർത്തിയിട്ടില്ല. വലം യൽബിസു എന്ന് പറഞ്ഞാൽ വലം യഖ്ലുതു, ഖലത യഖ്ലുതു, കലർത്തുക. അവർ കലർത്തിയിട്ടില്ല ഈമാനഹും, അവരുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തെ എന്തുമായി? ബിദുൽമിൻ, ദുൽമുമായി കലർത്തിയിട്ടില്ല. എങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു അൽ അംൻ, നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാകുന്നു ഹിദായത്ത് ലഭിച്ചവർ. അഹ്ലുൽ ഹിദായ അല്ലെങ്കിൽ അഹ്ലുൽ ഇഹ്തിദാ, മാർഗം പ്രാപിച്ചവർ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു വ അസ്ലമു, ഈമാൻ ഉൾക്കൊണ്ടവർ, ഇസ്ലാം സ്വീകരിച്ചവർ. എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ വാക്താക്കൾ, യഥാർത്ഥ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും വാക്താക്കൾ ആരാണ്? അവരാണ് അഹ്ലു തൗഹീദ്, തൗഹീദിന്റെ ആളുകൾ. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, തങ്ങളുടെ ഈമാനിനെ, വിശ്വാസത്തെ അവർ ദുൽമ് കൊണ്ട് കലർത്തിയിട്ടില്ല.
എന്താ ദുൽമ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. അലം തസ്മഉ ഇലൽ ഖൗലിൽ അബ്ദി സ്വാലിഹ് ഇലാ ഖൗലിൽ അബ്ദി സ്വാലിഹ്. അൽ അബ്ദു സ്വാലിഹിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ അബ്ദു സ്വാലിഹ് എന്നുള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലുഖ്മാൻ അലൈഹിസ്സലാമയെയാണ്. എന്താ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്ക് അദീമായ ദുൽമാണ് എന്നാണ്, വലിയ ദുൽമ് ആണെന്നാണ്. അവിടെ ദുൽമ് എന്നാണ് ഷിർക്കിനെ വിശേഷിപ്പിച്ചത്. ഈ ദുൽമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. വലം യൽബിസു ഈമാനഹും, തങ്ങളുടെ വിശ്വാസത്തെ അവർ കലർത്തിയിട്ടില്ല, ബിദുൽമിൻ, ദുൽമ് കൊണ്ട്, എന്നാണ് ബിശ്ശിർക്കിൻ, ഷിർക്ക് കൊണ്ട്. അപ്പോൾ ഷിർക്ക് കലരാത്ത ഈമാനിന്റെ വാക്താക്കൾ. ആ പ്രയോഗത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താ? മുർജിയ കക്ഷി അവരുടെ ജൽപ്പന എന്താ? ഈമാൻ എന്നാൽ അവരുടെ അടുക്കൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തന്നെ എന്തായി? പിന്നെ ഒരു പ്രശ്നമല്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അവന് കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് വേണം? അമല് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യപ്പെടുത്തണം. അതെങ്ങനെ സത്യപ്പെടുത്തുക? ഇവിടെ കണ്ടില്ലേ, ഈമാൻ ഉൾക്കൊണ്ടു ഷിർക്കാകുന്ന അമല് ചെയ്തിട്ട് ഈമാനിനെ കേടാക്കിയിട്ടില്ല, ഈമാനിൽ ഷിർക്ക് കലർത്തിയിട്ടില്ല എങ്കിൽ അവർക്കാണ് നിർഭയത്വം. അപ്പോൾ വെറും നാവുകൊണ്ടുള്ള പറച്ചിൽ മാത്രം പോരാ, പിന്നെ ആ പ്രവൃത്തിയിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് തെളിയണം. ഷിർക്ക് കലരാത്ത ജീവിതം ഉണ്ടായിരിക്കണം എന്നർത്ഥം. അങ്ങനെയുള്ളവർക്ക് എന്താ? അതാണ് ഉലായിക ലഹുമുൽ അംന്, അവർക്കാകുന്നു അംന്. അതേപോലെ അവർക്കാകുന്നു ഹിദായത്ത്. അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്താണ്. ഏതിൽ നിന്ന് നിർഭയത്വം? മാർഗഭ്രംശനത്തിൽ നിന്നുള്ള നിർഭയത്വം, വഴികേടിൽ നിന്നുള്ള നിർഭയത്വം. അൽ അംനു മിന സൈഖി വൽ ഇൻഹിറാഫ്, ആദർശ വ്യതിയാനത്തിൽ നിന്നുള്ള നിർഭയത്വം. അതേപോലെ തന്നെ അൽ അംനു മിൻ സൂഇൽ ഖാത്തിമ, ചീത്ത പര്യവസാനത്തിൽ നിന്നുള്ള നിർഭയത്വം. ചീത്ത പര്യവസാനം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. മരണസമയത്ത് കുഫറിലും ഷിർക്കിലും മരിക്കുക, മോശമായ മരണം. അതിൽ നിന്നുള്ള നിർഭയത്വം ആർക്കാ? വിശ്വാസത്തിൽ ഷിർക്ക് കലരാത്തവർക്കാണ്. അതേപോലെ തന്നെ വൽ അംനു മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നുള്ള നിർഭയത്വം. ഇഹപര ശിക്ഷകളുണ്ട്, ഇഹത്തിൽ ശിക്ഷ ഉണ്ട്, ബർസഖിൽ ശിക്ഷ ഉണ്ട്, ഖബർ ജീവിതത്തിൽ, പിന്നെ ആഖിറത്തിലും ശിക്ഷ ഉണ്ട്. ഈ ശിക്ഷകളിൽ നിന്നൊക്കെ നിർഭയത്തായിരിക്കാണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാനിൽ ഷിർക്ക് കലരാത്തവർക്കാണ്. ഈ നിർഭയത്തെ എത്ര കിട്ടും? തൗഹീദിന്റെ സാക്ഷാത്കാരം എങ്ങനെയാണ്? അതിനനുസരിച്ച് കിട്ടും. ഒരാൾ അയാളുടെ ഈമാൻ സമ്പൂർണ്ണമാണ് എങ്കിൽ, തൗഹീദ് താമാണ് എങ്കിൽ അയാൾക്ക് സമ്പൂർണ്ണ നിർഭയത്താണ്. എന്നാൽ ഒരാളുടെ തൗഹീദിൽ കുറവുണ്ട് എങ്കിൽ ആ കുറവിനനുസരിച്ച് അയാൾക്കുള്ള നിർഭയത്വവും കുറയും. അപ്പൊ സമ്പൂർണമായ തൗഹീദിന്റെ വാക്താക്കൾക്ക് സമ്പൂർണമായ നിർഭയത്വം. ഇതേപോലെ തന്നെ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു അഹ്ലുൽ ഇഹ്തിദാ. എന്താ ഇഹ്തിദാ എന്ന് പറഞ്ഞാല്? ഹക്കിലേക്കുള്ള സന്മാർഗ സിദ്ധി, ഹക്ക് സിദ്ധിക്കൽ, ഹിദായത്ത് നേടൽ. തൗഹീദിന്റെ സാക്ഷാത്കാരത്തിനനുസരിച്ച് വിശ്വാസപരമായ വിഷയങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലും ആളുകൾക്ക് മാർഗം പ്രാപിക്കാനാവും, ശരി പ്രാപിക്കാനാകും. തൗഹീദിന്റെ പൂർണ്ണതക്കനുസരിച്ച് പ്രശ്നങ്ങൾ സംജാതമാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ, പ്രസ്തുത പ്രശ്നങ്ങൾ വിശ്വാസപരമാകട്ടെ കർമ്മപരാകട്ടെ, ആളുകൾക്ക് അതിൽ നേർമാർഗം പ്രാപിക്കാനാകും. തൗഹീദിന്റെ കുറവനുസരിച്ച് ആ നേർമാർഗം പ്രാപിക്കലിലും കുറവുണ്ടാകും. അതേപോലെ തന്നെ വിഷയങ്ങളിലുള്ള
മാർഗം പ്രാപിക്കൽ, അതാണ് ഇഹ്തിദ. വഹും മുഹ്തദൂൻ എന്ന് പറയല്ലേ, മാർഗം പ്രാപിക്കുന്നവർ, ശരി പ്രാപിക്കുന്നവർ. അതേപോലെ തന്നെ നമ്മൾ സിറാത്തിലൂടെയാണ് നയിക്കപ്പെടുക. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. വൈ മിൻകും ഇല്ലാ വാരിദുഹ, നരകത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട സിറാത്തിന്മേലൂടെ വരാത്തവരായിട്ട് ആരുമില്ല. അപ്പോ അവിടെ ഹിദായത്ത് കിട്ടണം, മാർഗം പ്രാപിക്കണം. ഓരോരുത്തർക്കും തങ്ങളുടെ കർമ്മത്തിനനുസരിച്ചുള്ള വെളിച്ചമാണ് സിറാത്തിന്മേലുണ്ടാകുക. തൗഹീദ് സമ്പൂർണമായവർക്ക് സമ്പൂർണമായ പ്രകാശത്തിൽ സിറാത്തിന്മേൽ നടക്കാൻ സാധിക്കും. തൗഹീദിലെ കുറവനുസരിച്ച്, കർമ്മങ്ങളുടെ കുറവനുസരിച്ച് പ്രകാശത്തിനും കുറവുണ്ടായിരിക്കും. അപ്പം മാർഗം പ്രാപിക്കുന്നവരാരാണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, ശിർക്ക് കലരാതെ വിശ്വാസം കാത്തു സൂക്ഷിച്ചവരാണ്. അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. സ്വർഗത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ആളായിരിക്കണം ഇഹ്തിദാഇന്റെ ആളായിരിക്കണം. വഹും മുഹ്തദൂൻ, ആ മാർഗം സിദ്ധിച്ചവരാകണം. മാർഗം സിദ്ധിക്കുവാൻ ഈമാനിൽ ഷിർക്ക് കലരാൻ പാടുള്ളതല്ല. അപ്പോൾ തൗഹീദിന്റെ ഒന്നാമത്തെ മഹത്വം അതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിലൂടെ പറയുന്നത്. തൗഹീദ് സാക്ഷാത്കരിക്കുകയും പ്രസ്തുത തൗഹീദിൽ ദുൽമ് അഥവാ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്തവർ അവർക്കാകുന്നു സമ്പൂർണ്ണ നിർഭയത്വം. ശിക്ഷയിൽ നിന്ന്, വഴികേടിൽ നിന്ന് ഒക്കെയുള്ള നിർഭയത്വം. അതേപോലെ അവരാകുന്നു മാർഗം പ്രാപിക്കുന്നവർ. വഹും മുഹ്തദൂൻ. ഏത് വിഷയത്തിൽ? വിശ്വാസപരമായി കർമ്മപരമായിട്ടുള്ള വിഷയങ്ങൾ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയും ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ ശരി പ്രാപിക്കുന്നവർ, അതാണ് മുഹ്തദൂൻ എന്നതിൻ്റെ ഒരു ഉദ്ദേശം. അതേപോലെ തന്നെ സിറാത്തിന്മേൽ സ്വർഗത്തിലേക്കുള്ള മാർഗേണ ആ ശരി മാർഗം പ്രാപിക്കുന്നവർ. ഇതാണ് ഒന്നാമത്തെ തൗഹീദിൻ്റെ മഹത്വമായിട്ട് ഉണർത്തിയത്. രണ്ടാമത്തെ മഹത്വം അതാണ് ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ് കൈകാര്യം ചെയ്യുന്നത്. അൻ ഉബാദത്ത് ഇബ്ൻ അസ്സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്, ഖസ്റജ് ഗോത്രക്കാരനാണ്. ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയാണ്. എന്താണ് പറയുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽഖാഹാ ഇലാ മർയമ വ റൂഹും മിൻഹു വൽ ജന്നത ഹഖ്ഖുൻ വൻ നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. മൻ ഷഹീദ, വല്ലവരും സാക്ഷ്യം വഹിച്ചാൽ, മൻ എന്നുള്ളത് ഇവിടെ ഷർത്തിയാണ്. വല്ലവരും സാക്ഷ്യം വഹിച്ചാൽ, ആ ഷർത്തിന്റെ ജവാബ് അവസാനാണ്. അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതാണ് അതിന്റെ ജവാബ്. ഏതായാലും വല്ലവരും സാക്ഷ്യം വഹിച്ചാൽ, എന്ത് സാക്ഷ്യം വഹിച്ചാൽ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങിയിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ സാക്ഷ്യം വഹിച്ചാൽ. ഷഹാദത്ത് എന്താ? അംഗീകരിക്കലും സ്ഥിരീകരിക്കലും അതേപോലെ പ്രവൃത്തിയിൽ തെളിയിക്കലാണ് ഷഹാദത്ത്. മൂന്ന് കാര്യങ്ങൾക്ക് ഷഹാദത്ത് പറയും: ഇഖ്റാർ, ഇഅ്തിറാഫ്, അമല്. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക, ഇഅ്തിറാഫ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക, അമല് എന്ന് പറഞ്ഞാലോ പ്രവർത്തിക്കുക. ഈ മൂന്ന് തേട്ടങ്ങൾ ഷഹാദത്തിൽ വരും. ഇവിടെ മൻ ഷഹീദ എന്നുള്ളിടത്ത് ഈ മൂന്ന് കാര്യവും പരിഗണനീയാണ്, പരിഗണിക്കപ്പെട അനിവാര്യമാണ്.
അതായത് ഈ പറയാൻ പോകുന്ന സാക്ഷ്യവചനം അത് അംഗീകരിക്കുകയും സമ്മതിക്കുകയും പ്രവൃത്തി പദത്തിൽ തെളിയിക്കുകയും ചെയ്യണം. അതാണ് മൻ ഷഹീദ. അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുക, എന്നിട്ട് പ്രവൃത്തി പദത്തിൽ ഈ സമ്മതിച്ച് അംഗീകരിച്ചതിനെ തെളിയിക്കുക. അതാണ് നമ്മൾ മൻ ഷഹീദ, വല്ലവരും സാക്ഷ്യം വഹിച്ചാൽ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഈ ഉദ്ദേശം ഇവിടെ മനസ്സിലാക്കണം. എന്ത് സാക്ഷ്യം വഹിച്ചാൽ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സാക്ഷ്യം വഹിക്കുക. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ യാതൊരു ഇലാഹും ഇല്ല എന്നാണ്. ലാ നാഫിയ ലിൽ ജിൻസ്. ലാ അതിൻ്റെ ഇസ്മാണ് ഇലാഹ. യാതൊരു ഇലാഹും ഇല്ല. ഇവിടെ യാതൊരു ഇലാഹും ഇല്ല എന്ന് പറയുമ്പോൾ ലാ എന്ന നാഫിയത്തിൻ്റെ ഇസ്മാണ് ഇലാഹ എന്നുള്ളത്. അതിൻ്റെ ഖബർ മഹ്ദൂഫാണ്, കളയപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് സങ്കല്പിക്കേണ്ടത്? ചിലർ പറഞ്ഞ് ലാ ഇലാഹ ഖാലിഖുൻ, സൃഷ്ടാവായി യാതൊരു ഇലാഹുല്ല. ചിലർ പറഞ്ഞ് ലാ ഇലാഹ റബ്ബുൻ, റബ്ബായിട്ടുള്ള യാതൊരു ഇലാഹുല്ല. അശ്അരികളാണ് ഈ സങ്കല്പിക്കുന്നതിൻ്റെ വാക്താക്കൾ. ചിലർ പറഞ്ഞത് അങ്ങനല്ല. ലാ ഇലാഹ മൗജൂദുൻ, മൗജൂദായിട്ട് യാതൊരു ഇലാഹുല്ല. അത് ഫൽസഫന്റെ ആളുകൾ, അദ്വൈതത്തിന്റെ ആളുകൾ. ഉണ്മയായിട്ട് യാതൊരു ഇലാഹുല്ല. ഇല്ലല്ലാ അല്ലാഹു അല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്മയുടെ ലോകത്ത് കാണുന്നതൊക്കെ അള്ളാണെന്നുള്ള അവരുടെ ദുർവ്യാഖ്യാനത്തിന് പ്രമാണം അങ്ങനെയാണ് അവർ പറഞ്ഞത്. അവിടെ ലാ ഇലാഹ മൗജൂദിൻ എന്ന് സങ്കല്പിക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള സങ്കല്പിക്കൽ ലാ ഇലാഹ ഹഖ്ഖുൻ, അല്ലെങ്കിൽ ലാ ഇലാഹ ബിഹഖ്ഖിൻ. യഥാർത്ഥത്തിൽ ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. അല്ലെങ്കിൽ ലാ ഇലാഹ ബിഹഖ്ഖിൻ, അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഹഖ്ഖുൻ എന്ന് പറഞ്ഞാൽ തന്നെ മതി. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായിട്ട് ഇല്ല, ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൽ രണ്ട് അടിസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ലാ ഇലാഹ, യാതൊരു ഇലാഹുമില്ല, അത് നഫിയാണ്, നിരാകരണമാണ്. ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ, അത് ഇസ്ബാത്താണ്, അള്ളാഹുവിനെ സ്ഥിരീകരിക്കുകയാണ്. ഈ നഫിയിനും ഇസ്ബാത്തിനും രണ്ട് വസ്ഫുകൾ, വിശേഷണങ്ങൾ അള്ളാഹു തുടർന്ന് പറയാണ്. അതെന്താ? ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ, അതിന്റെ വിശേഷണമാണ് വഹ്ദഹു, അവൻ ഏകനാകുന്നു. അതിൽ നഫിയുണ്ട്. അതെന്താ? യാതൊരു ഇലാഹും ഇല്ല. ആ നഫീന്റെ തൗക്കീദാണ് ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരും ഇല്ല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി യാതൊരു ആളും ഇല്ല. ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ, വഹ്ദഹു അവൻ ഏകനാകുന്നു, ലാ ശരീക ലഹു അവന് യാതൊരുവിധ പങ്കുകാരും ഇല്ല. ഇത് സാക്ഷ്യം വഹിക്കണം. പിന്നെയോ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, വ അന്ന മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? അബ്ദുഹു, അള്ളാഹുവിന്റെ അബ്ദാകുന്നു. അബ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാസനാകുന്നു. വ റസൂലുഹു, അള്ളാഹുവിന്റെ ദൂതനുമാകുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? അള്ളാഹുവിന്റെ അബ്ദാണ്. അബ്ദാകുമ്പോ ഫലാ യുഅബദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കപ്പെടാൻ പാടുള്ളതല്ല. കാരണം റസൂലുള്ളാഹി അബ്ദാണ്. അബ്ദ് ആരാധിക്കപ്പെടാൻ പാടുള്ളതല്ല. അബ്ദുൻ ലാ യുഅബദ്. വ റസൂലുഹു, അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ റസൂലാകുമ്പോഴോ ലാ യുകദ്ദബ്, കളവാക്കപ്പെടാനും പാടുള്ളതല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അബ്ദാണ്.
അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടാൻ പാടുള്ളതല്ല. വറസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലാണ്, അതുകൊണ്ട് തന്നെ ലാ യുക്ദബ് അല്ലെങ്കിൽ ലാ യുക്ദബ് കളവാക്കപ്പെടാനും പാടുള്ളതല്ല. അബ്ദുല്ലാഹി വറസൂലുഹു. പിന്നെന്താ വേണ്ടത്? ആരാധിക്കപ്പെടാനും പാടുള്ളതല്ല, കളവാക്കപ്പെടാനും പാടുള്ളതല്ല. അപ്പോൾ വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേട്ടം, ആ സാക്ഷ്യവചനത്തിൻ്റെ തേട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് അത് സത്യപ്പെടുത്തുക, എന്താണോ കൽപ്പിച്ചത് അതനുസരിക്കുക, എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഅാക്കിയത് കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക, ഇതാണ് വേണ്ടത്. അതാണ് ആ സാക്ഷ്യവചനത്തിൻ്റെ തേട്ടം. അപ്പോൾ വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നും സാക്ഷ്യം വഹിക്കുക. وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه. ഈ വചനവും സാക്ഷ്യം വഹിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? വഅന്ന ഈസ, നിശ്ചയം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹിമസ്സലാം, മറിയത്തിൻ്റെ മകൻ ഈസ അലൈഹിമസ്സലാം. ആരാ? അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അബ്ദാണ് എന്ന് സാക്ഷ്യം വഹിക്കണം. വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കണം. അബ്ദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അബ്ദുൻ, ഈസ അബ്ദാണ്, ഫലാ യുഅബദ്, അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലുമാണ്, അതുകൊണ്ട് തന്നെ ഫലാ യുകദ്ദബ്, കളവാക്കപ്പെടാനും പാടുള്ളതല്ല. പിന്നെയോ വകലിമതുഹു, അള്ളാഹുവിൻ്റെ കലിമത്താണ്. അള്ളാഹിൻ്റെ കലിമത്താണെന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിലേക്ക് ഇദാഫത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ കലിമത്താണ്, ഈസ കലിമത്തല്ല. പിന്നെയോ ഈസ അള്ളാഹുവിൻ്റെ കലിമത്താണ്. അതായത് അള്ളാഹുവിൻ്റെ കലിമത്ത് എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ടുള്ള പ്രയോഗമാണ്. കലിമത്തുഹു, അള്ളാഹുവിൻ്റെ കലിമത്ത്. കലിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ കുൻ എന്ന വചനത്താലാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. ഇന്ന മസല ഈസ ഇൻദല്ലാഹ് കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉദാഹരണം ആദമിൻ്റെ ഉദാഹരണമാണ്. ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് അതിനോട് കുൻ എന്ന് പറഞ്ഞപ്പോൾ ആദമുണ്ടായി അലൈഹിസ്സലാം. ഇതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിൻ്റെ കുൻ എന്ന വചനത്താലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത് കലിമത്തുഹു, അള്ളാഹുവിൻ്റെ കലിമത്താണ്, അഥവാ അള്ളാഹുവിൻ്റെ കുൻ എന്ന കലിമത്തിനാൽ ഉണ്ടായ ഈസയാകുന്നു അലൈഹിസ്സലാം. അതേപോലെ വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാണ് ഈസ. അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ് ഈസ. അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാണ്. ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ റൂഹ് പറഞ്ഞാൽ ആത്മാവാണ്. മിൻഹു എന്ന് പറഞ്ഞാൽ മിൻ അള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള. അവിടെ ഈ മിൻഹു എന്നുള്ളതിൽ മിൻ എന്നുള്ള കലിമത്ത് അത് തബ്ഈദിയ്യയാണോ അതല്ല ഇബ്തിദാഇയ്യയാണോ? അവിടെ മിൻ ഇബ്തിദാഇയ്യയാണ് എന്ന് പറഞ്ഞാൽ വറൂഹും മുബ്തദിഅത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് പ്രഭവിച്ച അല്ലെങ്കിൽ തുടങ്ങിയ റൂഹ്, അള്ളാഹുവിൽ നിന്നുണ്ടായ റൂഹ് എന്നാണ്. അല്ലാതെ അള്ളാഹുവിൽ നിന്ന് ചിലത് എന്നല്ല. അതാണ് തബ്ഈദിയ്യ എന്നുള്ള അർത്ഥം വെച്ചാൽ. മിന്ന് തബ്ഈദിയ്യ ഉണ്ട്. അവിടെ മിൻ തബ്ഈദിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ഭാഗം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ മിന്ന് ഒരിക്കലും തബ്ഈദിയ്യയല്ല, അള്ളാഹുവിൽ നിന്ന് ഉള്ള ഒരു ഭാഗം എന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിൽ നിന്നൊരു ഭാഗമായ റൂഹ് എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ അവിടെ മിൻ അത് മുബ്തദിഅത്താണ്, അള്ളാഹുവിൽ നിന്ന് ഉടലെടുത്ത, അള്ളാഹുവിൽ നിന്ന് ഉണ്ടായ റൂഹുമാകുന്നു ആര്? ഈസ അലൈഹിസ്സലാം.
ഇത് സാക്ഷ്യം വഹിക്കണം. അതാണ് വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻഹു എന്നതും സാക്ഷ്യം വഹിച്ചാൽ. അതാണ് മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അവിടെ വ അത്ഫിന്റെയാണ്. അതും സാക്ഷ്യം വഹിച്ചാൽ വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻഹു വൽ ജന്നത ഹഖ്ഖുൻ. അപ്രകാരം ജന്നത്ത് ഹക്കാണ് എന്ന് സാക്ഷ്യം വഹിക്കണം. ജന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭവനമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചവർക്കും അവൻ്റെ ഏകത്വം സമ്മതിച്ച് അംഗീകരിച്ചവർക്കും അതനുസരിച്ച് അമലെടുത്തവർക്കും അള്ളാഹു പ്രതിഫലമേകുവാൻ ഒരുക്കി അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭവനമാകുന്നു സ്വർഗം. അതാണ് ജന്നത്ത്. ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും കോലപ്പെടുത്തിയിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭവനമാകുന്നു ജന്നത്ത്, സ്വർഗം. അത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ് എന്നത് സാക്ഷ്യം വഹിച്ചാൽ. വന്നാറ ഹഖുൻ, നാറ് ഹക്കാണ് എന്നതും സാക്ഷ്യം വഹിച്ചാൽ. നാറ് എന്ന് പറഞ്ഞാൽ നരകത്തി. അള്ളാഹു അവനെ ധിക്കരിച്ചവർ, അവനിൽ അവിശ്വസിച്ചവർ, അതേപോലെ തന്നെ പാപികളായവർ, അവരെ ശിക്ഷിക്കുവാൻ ഒരുക്കിയ ശിക്ഷയുടെ ഭവനവും നിന്ദ്യതയുടെ ഗേഹവും അതാണ് അന്നാർ. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ് അഖ്സൈത. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക മൻ തുദ്ഖിലിന്നാർ, നീ വല്ലവരെയും നരകത്തിൽ അന്നാറിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈതഹു, നീ അവനെ അപമാനിച്ചിരിക്കുന്നു, നിന്ദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ. അപ്പൊ നിന്ദ്യതയുടെ ഭവനമാണ്. ബിഅ്സൽ മസീർ, ബിഅ്സൽ ഖറാർ, ബിഅ്സൽ മിഹാദ്, സാഅത്ത് മുസ്തഖറ എന്നൊക്കെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ വിശേഷണം വന്ന ശിക്ഷയുടെ മോശമായ ചീത്തയായ സങ്കേതമാകുന്ന നരകം, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ആ നരകവും ഹക്കാണ് എന്നത് വല്ലവരും സാക്ഷ്യം വഹിച്ചാൽ. വന്നാറ ഹക്കുൻ, എന്താ സാക്ഷ്യം വഹിച്ചാൽ ഷർത്ത്? അതിന്റെ ജവാബ് അദ്ഖലഹുല്ലാഹ്, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. അൽ ജന്നത, സ്വർഗത്തിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. എങ്ങനെ പ്രവേശിപ്പിക്കും? അലാ മാ കാന മിനൽ അമൽ, അവനുള്ളതായ അമലിൽ, ഏതൊരു അമലിലാണോ അവനുള്ളത് ആ അമലിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്, പിന്നെയോ അദ്ഖലഹുല്ലാഹ്, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും അൽ ജന്ന, സ്വർഗത്തിൽ എന്നാണ്. കാരണം ആരുടെയും പ്രവർത്തനങ്ങൾ സ്വർഗപ്രവേശനത്തിന് പകരാവൂല, കാരണമേ ആകൂ. സ്വർഗപ്രവേശനത്തിന് പകരം ആർക്കും അമൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. അതിന് പകരം എന്നോണം അമൽ ചെയ്യാൻ ഒരാൾക്കും കഴിയൂല. പിന്നെയോ അമലുകൾ സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യാതിരേകത്താൽ അള്ളാഹു പറഞ്ഞ രീതിയിൽ അമലെടുത്തവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യദ്ഖുല അഹദും മിൻകുമുൽ ജന്ന ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, താങ്കൾ പോലും എന്ന് ചോദിച്ചു പറയാണ്, ഞാൻ വരെ ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും എവിടേക്ക്? സ്വർഗത്തിലേക്ക്. എങ്ങനെ പ്രവേശിപ്പിക്കും? അലാ മാ കാന മിനൽ അമൽ, അവൻ്റെ അടുക്കലുള്ള അമലിനാൽ അല്ലെങ്കിൽ അമലിൽ, അതുകൊണ്ട് അമല് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, സൽപ്രവൃത്തികൾ മാത്രം, തെറ്റുകളില്ല. അതായിരിക്കാം സൽപ്രവൃത്തികൾ മാത്രം.
തൗഹീദ് കാമിലായവർക്ക്, സമ്പൂർണമായ തൗഹീദിന്റെ വാക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലുകൾ മുഴുവൻ സാലിഹായിരിക്കും. അപ്പോൾ അവരെങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുക? സമ്പൂർണ്ണ തൗഹീദിന്റെ വാക്താക്കൾ സാലിഹായ അമലുകളോടൊപ്പമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അവരുടെ സാലിഹായ അമലുകളോടൊപ്പം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതാണ് അലാമ കാന മിനൽ അമൽ. എന്നാൽ തൗഹീദിൽ കുറവുള്ളതിനനുസരിച്ച് അമലുകളിൽ കുറവ് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നന്മയുണ്ടാവും, ചിലപ്പോൾ തിന്മയുണ്ടാവും. സാധാരണ മനുഷ്യന്മാരുടെ ഒക്കെ അവസ്ഥ അതാണ്. തൗഹീദിൽ അവരടുത്ത് പൂർണ്ണത ഇല്ല എങ്കിൽ തെറ്റുകുറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവരും തൗഹീദ് ഉണ്ട് എങ്കിൽ അവരും എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. അലാമ കാന മിനൽ അമൽ, അവരടുത്ത് നന്മയുണ്ട്, ചില തിന്മയുണ്ട്. അതോടൊപ്പം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അവരുടെ തിന്മ അത് മായ്ക്കപ്പെടും, അതിൽ മാപ്പ് ലഭിക്കപ്പെടും. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അവർക്കും ആ ഭാഗ്യം ലഭിക്കും. പക്ഷെ എന്ത് വേണം? തൗഹീദ് അംഗീകരിക്കുക, സമ്മതിക്കുക, അതിനനുസരിച്ച് അമലെടുക്കുക എന്നുള്ളത് അവർക്കുണ്ടായിരിക്കണം. ഈ സാക്ഷ്യം അത് നിർവഹിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദിന്റെ രണ്ടാമത്തെ മഹത്താണ് പറയുന്നത്. അതെന്താ? ദുഖൂലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൽ. അപ്പോൾ തൗഹീദ് സാക്ഷാത്കരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഫദ്ല് അവർക്കാകുന്നു അംന്, നിർഭയത്വം. അവർക്കാകുന്നു ഇഹ്തിദ, മാർഗം പ്രാപിക്കൽ. രണ്ടാമത്തെ മഹത്വം അറിയിക്കാനാണ് ഈ ഹദീസ്. തൗഹീദ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൗഹീദിൻ്റെ മഹത്വമാണ്. തൗഹീദ് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ഇനി മൂന്നാമത്തെ മഹത്വം അറിയിക്കുന്ന ഹദീസാണ് ഹദീസ് ഇത്ബാൻ. എന്താ ഇത്ബാന്റെ ഹദീസിലുള്ളത്? فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. فإن الله തീർച്ചയായും അല്ലാഹു ഹറമ അലന്നാർ, നരകത്തിന് ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെ. എങ്ങനെ പറയണം? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കാംക്ഷിച്ച്, ആഗ്രഹിച്ച്. ഈ ഹദീസിൽ ചില ഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ മൂന്നാമത്തെ ഫദ്ല്, ശ്രേഷ്ഠതയും മഹത്വവും അറിയിക്കാനാണ് ഈ ഹദീസ് പറഞ്ഞത്. അതെന്താ? രണ്ടാമത്തേത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് നരകം ഹറാമാക്കും. തൗഹീദിന്റെ മഹത്താണ്. തൗഹീദുള്ളവർക്ക് നരകം ഹറാമാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ മൻ എന്നുള്ളത് മൗസൂലന്റെ മന്നാണ്. ആദ്യത്തെ ഹദീസിൽ പറഞ്ഞ മന്നല്ല, അത് ഷർത്തിയാണ്. ഇത് മൗസൂലന്റെ മന്നാണ്. അല്ലദീ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ. ഇവിടെ ഖാല എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ. ഇവിടെ ഖാല പ്രയോഗിച്ച്. ഈ ഖാല കൊണ്ട് ഉദ്ദേശം നാവിൻ്റെ പ്രവൃത്തി മാത്രമാണോ? അതല്ല, ഹൃദയത്തിൻ്റെയും അവയവങ്ങളുടെയും പ്രവൃത്തിയെയുമാണോ ഉദ്ദേശിച്ചത്? യഥാർത്ഥം നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞാൽ എന്നുള്ളതല്ല ഉദ്ദേശം, എന്ന് മാത്രമല്ല ഉദ്ദേശം. പ്രത്യുത നാവിൻ്റെയും ഖൽബിൻ്റെയും അവയവങ്ങളുടെയും ഒക്കെ അമലാണ് ഉദ്ദേശം. അപ്പോൾ ചോദ്യം വരും, ഖാല എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കൊണ്ടുള്ള അമലിന്, കർമ്മങ്ങൾക്ക് പ്രയോഗിക്കുക? ഇവിടെ ഖാല എന്നല്ല പറഞ്ഞത്. ഖാല എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കൽ? നാവ് കൊണ്ട് പറഞ്ഞു എന്നാണ്. എന്നാൽ ഖാല എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഖാല എന്ന് പറയും, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിനും പറയും. ഉദാഹരണത്തിന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആലാന്റെ ഹദീസിൽ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയമ്മം പഠിപ്പിച്ചപ്പോൾ എന്താ ഹദീസിലുള്ളത്? ഖാല ബിയദിഹി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൈകൊണ്ട് ചെയ്തു എന്നാണ്. റസൂലുള്ളാഹി, അമ്മാർ നിങ്ങൾക്ക് ഇങ്ങനെ തയമ്മം ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിലത്തടിച്ച് എന്നിട്ട് തയമ്മം കാണിച്ചു കൊടുത്തപ്പോൾ ഖാല ബിയദിഹി എന്നാണ്, കൈകൊണ്ട് ഇപ്രകാരം ചെയ്തു എന്നാണ്. അപ്പോൾ ഖാല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യും? അങ്ങനെ പ്രയോഗിക്കും.
അത് യദിലേക്ക് അതിനെ ചേർത്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹദീസിൽ കാണാൻ സാധിക്കും, വഖാല ബിയദിഹി ഹാകദാ ഫിൽ അർദ്, വഖാല ബിയദിഹി റസൂലുള്ളാഹി തന്റെ കൈകൊണ്ട് ചെയ്തു, ഹാകദാ ഇപ്രകാരം ഫിൽ അർദ് ഭൂമിയിൽ നിന്നാണ് അവിടെ ഖാല എന്നാണ് പ്രയോഗിച്ചത്. അതേപോലെ തന്നെ സദഖയുടെ മഹത്വം അറിയിക്കുന്ന ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇപ്രകാരം തൻ്റെ കൈകൊണ്ട് സദക്ക നിർവഹിച്ചവരൊഴികെ എന്നുള്ളതിന് ഖാല ബിയദിഹി എന്നാണ്, തൻ്റെ കൈകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഖാല എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയുന്നതിന് മാത്രമല്ല പറയാ, പിന്നെയോ ഏതുകൊണ്ട് കൈകൊണ്ട് പ്രവർത്തിക്കുന്നതിനും എന്ത് ചെയ്യും, ചിലപ്പോൾ ഖാല എന്ന് പ്രയോഗിക്കും. അപ്പൊ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയുക, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് പ്രവർത്തിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കുക, അതും അവിടെ എന്താണ് ഉദ്ദേശമാണ്. അപ്പം ഖാല എന്ന് കണ്ടതിൻ്റെ പേരിൽ നാവുകൊണ്ട് ചൊല്ലിയാൽ മാത്രം മതി എന്ന് ആരും മനസ്സിലാക്കാൻ പാടുള്ളതല്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കിയവൻ, നാവുകൊണ്ട് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചവൻ. എങ്ങനെ, ഏത് ഹാലിൽ, ഏത് അവസ്ഥയിൽ? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അവിടെ യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്നുള്ളത് ജുംല ഹാലിയാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി എന്നർത്ഥം പറയാം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനമുണ്ട്. സ്വർഗീയാനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണെന്ത്? തിരുമുഖ ദർശനം. രണ്ടായാലും അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടത്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലലല്ല, പിന്നെ അള്ളാഹുവിൻ്റെ വജ്ഹിനെ കാക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, നാവുകൊണ്ടുള്ള കേവല ചർവണം അതല്ല. ചില റിപ്പോർട്ടുകളിൽ സാദിഖൻ മിൻ ഖൽബിഹി എന്നാണ്, ഹൃദയത്തിൽ സത്യസന്ധനായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, ഗൈറ ഷാക്കിൻ, സംശയമില്ലാത്തവനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം മുസ്ലിമിന്റെ തന്നെ, മുസ്തൈഖിനൻ ബിഹാ ഖൽബഹു, ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചവനായിട്ട്, ദൃഢബോധമുള്ളവനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അപ്പോൾ ദൃഢവിശ്വാസിയായി സംശയമില്ലാത്തവനായി ഹൃദയത്തിൽ നിന്ന് സത്യസന്ധനായി, ഇവിടെ യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് വല്ലവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചൊല്ലിയാൽ, പ്രാവർത്തികമാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ഹറാമാക്കിയിരിക്കുന്നു. ആരെ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ, പ്രാവർത്തികമാക്കിയവനെ. അപ്പോൾ എന്തിനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊണ്ടുവന്നത്? തൗഹീദിൻ്റെ ഫضൽ, മഹത്വം പറയാനാണ്. എന്താണ് ഇതിൽ തെളിയുന്ന മഹത്വം? തൗഹീദ് അത് നരകത്തെ ഹറാമാക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഹദീസ്, തൗഹീദിന്റെ മഹത്വം അറിയിക്കുന്നതിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നതായ അടുത്ത ഹദീസ്. ഈ ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട്. മുമ്പത്തെ രണ്ട് ഹദീസ് ആരാണ്? ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഹദീസ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ്. അതുകൊണ്ടാണ് അഖ്റജാഹു എന്ന് പറയുന്നത്. ബുഖാരിയും മുസ്ലിമും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉത്ബാന്റെ ഹദീസ്, അതും ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ്. വലഹുമ എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് ഉദ്ധരിച്ചത്. അതായത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഫഇന്നല്ലാഹ ഹറമ അലന്നാർ എന്ന് പറയുന്ന ഹദീസ്. ഇനി അടുത്ത ഹദീസ് അത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ടാണ്. ആ ഹദീസ് ഇമാം
ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിമും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രസ്തുത ഹദീസിന്റെ സനദിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്കിടയിൽ അത് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഇമാം അൽ ഹൈസമി അതിൻ്റെ റാവിമാരിൽ റിജാലുകളിൽ ദുർബലരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന് അതിൻ്റെ ദുർബലതയെ പരിഹരിക്കും വിധമുള്ള ഷവാഹിദ് ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഹദീസിൻ്റെ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന വിധം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം ഈ ഹദീസ് മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം ഈ ഹദീസിനെ സഹീഹ് എന്ന് വിധി പറയുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ പറയുന്നത് അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖാല മൂസ പറഞ്ഞു. ആരാ മൂസ? മൂസ ഇബ്നു ഇമ്രാൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ റബ്ബ്, എൻ്റെ റബ്ബേ, അല്ലിംനി ഷൈഅൻ, നീ എനിക്ക് വല്ലതും പഠിപ്പിക്കണം. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണം. എന്തിനു വേണ്ടി? അദ്കുറുക വഅദുഉക ബിഹി. അദ്കുറുക, ഞാൻ നിന്നെ സ്മരിക്കും. വഅദുഉക, ഞാൻ നിനക്ക് ദുആ ചെയ്യുകയും ചെയ്യും. ബിഹി, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നീ എന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട്. അപ്പൊ നിനക്ക് ദിക്ർ എടുക്കുവാൻ, നിന്നോട് ദുആ ഇരക്കുവാൻ എന്തെങ്കിലും പഠിപ്പിക്കണം എന്നാണ്. ദിക്ർ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിക്റായിട്ട് ചൊല്ലുവാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തും അള്ളാഹുവിൻ്റെ ഫضലും ഔദാര്യവും ഒക്കെ സ്മരിക്കാൻ. ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇബാദത്ത് എടുക്കുക, ദുആ ചെയ്തുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ ഇതര ഇബാദത്തുകളാകട്ടെ. അങ്ങനെ അതിന് പറ്റിയതായ വല്ലതും പഠിപ്പിക്കണം എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ആവശ്യപ്പെട്ടത്. യാ റബ്ബ് അല്ലിംനി ഷൈഅൻ അദ്കുറുക വഅദുഉക ബിഹി. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ മൂസ, മൂസ നിങ്ങൾ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ഖാല, അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബ് കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ. യാ റബ്ബ്, റബ്ബേ, എൻ്റെ രക്ഷിതാവേ, കുല്ലു ഇബാദിക, നിന്റെ എല്ലാ ദാസന്മാരും യഖൂലൂന ഹാദാ, ഇത് പറയുന്നു. ഇവിടെ കുല്ലു ഇബാദിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം നിന്റെ എല്ലാ ദാസന്മാരെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ ദാസന്മാർ എല്ലാവരും ഇത് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അപ്പോ ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മൂസ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് ഒരു പ്രത്യേകമായിട്ടുള്ള സംഗതികളാണ്. വിശ്വാസികളായ ഇതരർ ചൊല്ലാത്ത, എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുവാനും അതേപോലെ അള്ളാഹ്ക്ക് ദുആ ഇരക്കുവാനും ദിക്ർ എടുക്കുവാനും പറ്റിയ വല്ലതും പ്രത്യേകമായിട്ട് പഠിപ്പിക്കണം എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആവശ്യം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഇത് നിന്റെ എല്ലാ വിശ്വാസികളായ ദാസന്മാരും പറയുന്നുവല്ലോ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മൂസ ലൗ അന്ന അസ്സമാവാതി السبع وعامرهن غيري والأراضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. എന്താ? ലൗ അന്ന السماوات السبع, 7 വാനങ്ങൾ, ആകാശങ്ങൾ ആയിരുന്നുവെങ്കിൽ, വആമിറഹുന്ന ഗൈരി, ഞാൻ ഒഴിച്ചുള്ള ആ ആകാശങ്ങളിലെ, ആമിർ എന്ന് പറഞ്ഞാൽ അതിൽ വസിക്കുന്നവർ, സാക്കിൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെയുള്ള ആകാശങ്ങളിലെ ആമിർ എന്ന് പറഞ്ഞാൽ അവിടെ വസിക്കുന്നവർ.
ആകാശത്തിൽ വസിക്കുന്നവരാരാ? അവിടെ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇബാദത്തെടുത്ത് കഴിയുന്നവരാണ്. ശരിക്ക് ആമിർ എന്നുള്ളതുണ്ടല്ലോ, തഅമീർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സജീവമാക്കലാണ്. ഒരാൾ ഒരു നാടിനെ തഅമീർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ആ നാടിനെ അയാൾ സജീവമാക്കി എന്നാണ്, നാഗരികമാക്കി, അവിടെ ഉഷാറാക്കണീനാ പറയാം. ഇവിടെ വാനങ്ങളിൽ കുറേ വാസക്കാരുണ്ട്. അവരവിടെ താമസിച്ചും അവിടെ ഇബാദത്തെടുത്തുമാണ് അതിനെന്ത് ചെയ്തത്? അവർ തഅമീർ ചെയ്യണത്. ഉദ്ദേശം മലക്കുകളാണ്. മലക്കുകൾ എങ്ങനെ ആകാശത്ത് വസിക്കണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സാക്കിനു ഹുന്ന എന്നല്ല പറഞ്ഞത്, അവിടെ താമസിക്കുന്നവരെന്നാ പറഞ്ഞത്. പിന്നെ ആമിറു ഹുന്ന എന്നാ പറഞ്ഞത്. മലക്കുകളുടെ വാസം കേവല വാസമല്ല, പ്രത്യുത മലക്കുകൾ അള്ളാഹുവിന് റുകൂയിലും സുജൂദിലുമായി കൊണ്ട് ഇബാദത്തിൽ കഴിഞ്ഞുകൊണ്ടുള്ള വാസമാണ്. അതുകൊണ്ടാണ് ആമിറു ഹുന്ന എന്ന് പറഞ്ഞത്. ഇമാറത്തു സകനിൻ വ ഇബാദത്തിൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാഫിഹ മൗദി അർബഇ അസാബിഅ, വാനത്ത് 4 വിരലുകൾ വെക്കാൻ ഇടമില്ല ഇല്ല വ മലക്ക് റാക്കിഉൻ ഔ സാജിദ്, മലക്ക് സുജൂദിലും റുകൂയിലുമായിട്ട് ആ സ്ഥലം അനുഗ്രഹീതമാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആമിറുഹുന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതേപോലെ തന്നെ അവിടെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അപ്പോൾ അള്ളാഹു ആകാശത്തിലുണ്ട്. ഇവിടെ ആമിറുഹുന്ന ഗൈരി, ഞാൻ ഒഴിച്ചുള്ള വാനത്തിലെ താമസക്കാർ. അപ്പം അള്ളാഹു ആകാശത്തിന്മേലാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത് ലൗ അന്ന സമാവാതി സബ്അ വ ആമിറഹുൻ ഗൈരി, 7 വാനങ്ങൾ, അള്ളാഹു ഒഴിച്ചുള്ള ആ വാനങ്ങളിലുള്ളവർ, വൽ അറദീന സബ്അ, 7 ഭൂമികൾ, ഫീ കിഫത്തിൻ, ഒരു തട്ടിൽ വെച്ചു, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു തട്ടിലും വെച്ചു. ഇവിടെ കിഫത്ത് എന്ന് പറഞ്ഞാൽ തുലാസിന്റെ തട്ടിനാണ് പറയുക, തുലാസിന്റെ തട്ട്. അപ്പൊ തുലാസിന്റെ ഒരു കിഫയിൽ 7 വാനങ്ങളും അള്ളാഹു ഒഴിച്ചുള്ള അവയിൽ വസിക്കുന്നവരും 7 ഭൂമികളും വെച്ചു. തുലാസിന്റെ മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും വെച്ചു. എന്താ സംഭവിക്കുക? മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാലത് ബിഹിന്ന, ഈ 7 ആകാശങ്ങളും അതിലെ ആളുകളും 7 ഭൂമികളും അവയേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചായുമെന്നാണ്. ചായലെപ്പളാ? മാലത്ത് തന്നെ ചായുന്നാണ്. എപ്പോഴാ ചായ? ഭാരം തൂങ്ങിയാൽ, കനം കൂടിയിട്ട് ഭാരം കൂടി താഴുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവയേക്കാൾ ഭാരം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, അതാണ് കനം തൂങ്ങുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. ഇവിടെ ഒരു വിഷയം അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലൗ അന്ന സമാവാതി സബ്അ, 7 ആകാശങ്ങൾ, വ ആമിറഹുന്ന അവയിൽ താമസക്കാർ. ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോഴോ വൽ അറദീന സബ്അ, 7 ഭൂമികൾ, അവിടെ താമസക്കാരെന്ന് പറഞ്ഞില്ല. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മെനഞ്ഞെടുക്കുന്ന ഒരു മസല, 7 ആകാശങ്ങൾ, അപ്പൊ 7 ആകാശങ്ങളായിട്ട് തന്നെ ഉണ്ട്, അതിൽ വസിക്കുന്നവരായിട്ട് മലക്കുകളുമുണ്ട്. ആ ഒരു പ്രത്യേകത ആർക്കില്ല? ഭൂമിക്കില്ല. 7 ഭൂമികൾ എന്ന് പറഞ്ഞിട്ട് 7 ഭൂമി വേറല്ല. പിന്നെയോ വാനത്തെ പോലെ തന്നെ തിബാക്കായിട്ട് അടുക്കടുക്കളായിട്ട് 7 ഭൂമികളുണ്ട്. അതിൽ ആമിറുഹുന്ന എന്ന് പറഞ്ഞില്ല, വസിക്കുന്നവരെന്ന് പറഞ്ഞില്ല. അപ്പൊ 7 ഭൂമികളുണ്ട്, അതിൽ വസിക്കുന്നവരുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഈ ഹദീസിന്റെ പ്രയോഗത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെയോ 7 ഭൂമിയുടെ 7 അടുക്കുകളും തട്ടുകളുമാണ് അതുകൊണ്ട് ഉദ്ദേശം. ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു ഹദീസാണ് മൻ ഇഖ്തതഅ ശിബ്റൻ മിനൽ അർദി തവഖഹുല്ലാഹ് യൗമൽ ഖിയാമത്തി മിൻ 7 അറാദീൻ
ഒരാൾ അന്യരുടെ ഭൂമി ഒരു ചാണ് കവർന്നെടുത്താൽ, അന്യന്റെ ഭൂമി ഒരു ചാണ് വല്ലവരും കവർന്നെടുത്താൽ തവ്വഖഹുല്ലാ, ആ മനുഷ്യനെ അള്ളാഹു ഖണ്ഡാഭരണമാക്കിയിട്ട് അണിയിക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. മിൻ സബഇ അറാദീൻ, 7 ഭൂമികൾ എന്നാണ്. അപ്പോൾ ഒരു ചാണ് ഭൂമി കവർന്നെടുത്തവനെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷിക്കൽ എങ്ങനെ? 7 ഭൂമികൾ അയാളുടെ കഴുത്തിൽ ചാർത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് 7 അടുക്കുകളാണ് അറിയിക്കുന്നത്. അങ്ങനത്തെ ഒരു ഖണ്ഡാഭരണം അയാളെ ധരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം, വാനങ്ങളെപ്പോലെയുള്ള 7 ഭൂമികൾ, അതിൽ വസിക്കുന്ന കുറേ ആളുകൾ എന്നുള്ളതല്ല ഉദ്ദേശം. പിന്നെയോ 7 അടുക്കുകളായ ഭൂമി എന്നാണ് ആ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ മൂന്നാമത് പറഞ്ഞ ഹദീസിൽ തൗഹീദിന്റെ മഹത്വം, ഫضൽ അറിയിക്കാനാണ് ഈ ഹദീസ് പറഞ്ഞത്. എന്താ അത് അറിയിക്കുന്ന ഫضൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് മഹത്തായ പുണ്യമാകുന്നു. 7 ആകാശങ്ങൾ, അവയിൽ വസിക്കുന്നവർ, 7 ഭൂമികൾ, അവയേക്കാളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കനം തൂങ്ങുന്നതാണ്, ഭാരം തൂങ്ങുന്നതാണ്. അത് 4ാമത്തെ തൗഹീദിന്റെ മഹത്വമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അവസാനത്തെ ഹദീസ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത് വലി തുർമുദി വഹസ്സനഹു, ഇമാം തുർമുദിന്റെ സുനനിൽ വന്ന ഹദീസാണ്. വഹസ്സനഹു, ഇമാം തുർമുദി ഹദീസ് ഉദ്ധരിക്കുകയും അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹസനായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? സഹീഹായ ഹദീസ് തന്നെയാണ്. സഹീഹായ ഹദീസിന്റെ നിബന്ധനകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ സഹീഹായ ഹദീസിൽ യർവിഹി ആദിലുൻ, നീതിമാനായിരിക്കണം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. താമും ദബ്ത്, സമ്പൂർണ്ണ ഹിഫ്ള് ഉണ്ടായിരിക്കണം. പിന്നെ മുത്തസിൽ സനദായിരിക്കണം, സനദ് ചേർന്ന് വരണം. ഷുദൂദും ഇല്ലത്തും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഹസന് പറയുമ്പോൾ താമുദ്ദബത്ത് ഉണ്ടാവില്ല, പിന്നെ ഖഫീഫുദ്ദബത്തായിരിക്കും റാവിക്ക് ഉണ്ടാവുക. അതായത് സമ്പൂർണ്ണ ഹിഫ്ള് ഉണ്ടാവില്ല. ഹിഫ്ളിൽ ഹദീസ് മനഃപ്പാഠമാക്കി നിർവഹിക്കുന്നതിൽ പൂർണ്ണ ഹിഫ്ള് ഉണ്ടാവില്ല, കുറച്ച് ഹിഫ്ളിൽ കമ്മി ഉണ്ടാവും. അപ്പോഴാണ് ഹദീസിനെ കുറിച്ച് എന്ത് പറയാം? ഹസൻ എന്ന് പറയാം. ഏതായാലും ഹസനായ ഹദീസും തെളിവിനെടുക്കാവുന്ന ഹദീസാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിനെ ഇമാം തുർമുദി തന്നെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലി തുർമുദി വഹസ്സനഹു അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. എന്താണ് അദ്ദേഹം പറയുന്നത്? സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാ അത്തരം ഹദീസുകൾക്കാണ് ഹദീസുൻ ഖുദ്സി എന്ന് പറയാം. ഹദീസുൻ ഖുദ്സി എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതായ ഹദീസ്. അതിലെന്താ പറയുന്നത്? ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, യബ്ന ആദം എന്ന് പറഞ്ഞാൽ ആദമിന്റെ പുത്ര എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എന്നുള്ള ഉദ്ദേശം. യബ്ന ആദം ലൗ അതൈതനി, നീ എൻ്റെ അടുക്കൽ വന്നാൽ, ബി ഖുറാബിൽ അർദി, ബി ഖുറാബിൽ അർദി, ഖുറാബ് എന്ന് പറഞ്ഞാൽ മിൽ എന്നർത്ഥം, നിറയെ എന്നർത്ഥം. ബി ഖുറാബിൽ എന്ന് പറഞ്ഞാൽ ഭൂമി നിറയെ. ഖതായ, ഭൂമി നിറയെ. ഖതായ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, പാപങ്ങൾ. പാപങ്ങളുമായി നീ എൻ്റെ അടുക്കൽ വന്നാൽ, സുമ്മ ലഖീതനി, പിന്നീട് നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ. ഇവിടെ ലഖീതനി എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുമുട്ടിയാൽ? മരണത്തിലൂടെ കണ്ടുമുട്ടിയാൽ. അതാ മരണം മരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിയാൽ. ഇവിടെ ലിഖാഉൽ മൗത്താണ്, മരണം വരിച്ചുള്ള കണ്ടുമുട്ടലാണ്. സുമ്മ ലഖീതനി, മരണം വരിച്ച് നീ എന്നെ കണ്ടുമുട്ടിയാൽ. എങ്ങനെ? ലാ തുശ്രികു ബി ശൈഅൻ, നീ എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, യാതൊന്നിനെയും നീ എന്നിൽ പങ്കു ചേർക്കാതെ കണ്ടുമുട്ടിയാൽ, ല അതൈതുക ബി ഖുറാബിഹ മഗ്ഫിറതൻ, ല അതൈതുക, നിന്റെ അടുക്കലേക്ക് ഞാൻ വരിക തന്നെ ചെയ്യും. അവിടെ ലാമ് തൗക്കീദിന്റെ ലാമാണ്. ല അതൈതുക, ഞാൻ നിന്റെ അടുക്കലേക്ക് വരിക തന്നെ ചെയ്യും. ബി ഖുറാബിഹ എന്ന് പറഞ്ഞാൽ ബിമിൽ ഇഹ, ബിമിൽ ഇൽ അർദ്, ഭൂമി നിറയെ, മഗ്ഫിറതൻ,
പാപമോചനവുമായി. അപ്പോൾ ഭൂമി നിറയെ പാപമോചനവുമായിട്ട് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാതെ മനുഷ്യൻ മരണത്തിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടി. അയാൾ ഭൂമി നിറയെ പാപങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്. പക്ഷെ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ അള്ളാഹു അയാളെ കണ്ടുമുട്ടുന്നത് ഭൂമി നിറയെ മഗ്ഫിറത്ത്, പാപമോചനവുമായിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ എന്ന് പറഞ്ഞാൽ ഷിർക്ക് രണ്ടെണ്ണം ഉണ്ട്. വലിയ ഷിർക്കുണ്ട്, ചെറിയ ഷിർക്കുണ്ട്. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്. ഒരു ഷിർക്കും ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ വലിയ ഷിർക്കിലേക്ക് എത്തിക്കുന്ന വൻപാപമാണ്. ലോകമാന്യത പോലുള്ള ഒരു വിശ്വാസി ഒരു ഷിർക്കും ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവിനെ യാതൊരു ഷിർക്കും ചെയ്യാതെ തെറ്റ് പ്രവർത്തിച്ച് കണ്ടുമുട്ടിയാലും ഷിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു അവനെ പാപമോചനം നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് തൗഹീദിൻ്റെ മഹത്വമായിട്ട് അഞ്ചാമതായിട്ട് ഇവിടെ ഉണർത്തിയത്. എന്താണ് അഞ്ചാമത്തെ മഹത്വം ഈ ഹദീസ് അറിയിക്കുന്നത്? മുവഹിദായ ഒരു മനുഷ്യൻ, തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, അവൻ ഷിർക്കിൽ നിന്ന് ഒഴിവാണ് എങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ ജനങ്ങൾ ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മൂന്ന് വിഭാഗമായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, ഒരു മനുഷ്യൻ അയാൾ വലിയ ഷിർക്ക് ചെയ്തിട്ടാണ് മരിച്ചത് എങ്കിൽ അയാൾക്ക് ഒരിക്കലും പൊറുക്കപ്പെടില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും ഷിർക്ക് ചെയ്തവർക്ക് പൊറുക്കൂല. അപ്പോൾ വലിയ ഷിർക്ക് ചെയ്തവൻ അവൻ ഒരിക്കലും പാപമോചനം ലഭിക്കാത്തവനാണ്. അതിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. ഒരാൾ മരിച്ചു, രണ്ടാമതൊരു വ്യക്തി ഒരാൾ മരിച്ചു. അയാൾ വലിയ ഷിർക്ക് ചെയ്തിട്ടില്ല, എന്നാലോ ചെറിയ ഷിർക്ക് അയാളിൽ നിന്ന് വന്നിട്ടുണ്ട്. ലോകമാന്യത പോലുള്ളതായ ചെറിയ ഷിർക്ക് അയാളിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അയാളുടെ ചെറിയ ഷിർക്കിന് അയാൾ ശിക്ഷിക്കപ്പെടും. അയാൾക്ക് ശിക്ഷ ഉണ്ട്. മൂന്നാമതൊരു വ്യക്തി, അയാൾ വലിയ ഷിർക്കും ചെയ്തിട്ടില്ല, ചെറിയ ഷിർക്കും ചെയ്തിട്ടില്ല, അയാൾ മരിച്ച്. അയാളത്തെ തെറ്റുകുറ്റങ്ങളുണ്ട്. അത്തരം വ്യക്തിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അയാൾ ലോകമാന്യത പോലെ ചെറിയ ഷിർക്കും ചെയ്തിട്ടില്ല, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ ഇസ്തിഗാസ നടത്തൽ പോലുള്ളതായ വലിയ ഷിർക്കും ചെയ്തിട്ടില്ല. പിന്നെ അയാളിൽ നിന്ന് ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾ മരിച്ചത് എങ്കിൽ അത്തരം ആളുകളെയാണ് ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പാപങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ പൊറുക്കപ്പെട്ടേക്കും. ചെറിയ ഷിർക്ക് ചെയ്തവർ അവർക്കുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അവർക്ക് അള്ളാഹിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ അവരുടെ തെറ്റ് പൊറുക്കപ്പെടുക എന്നുള്ളതിൽ അവർക്ക് ശിക്ഷ ഉണ്ടാവും. വലിയ ഷിർക്ക് ചെയ്തവരോ അവർക്കൊരിക്കലും അള്ളാഹുവിൽ നിന്ന് പാപമോചനം മഗ്ഫിറത്ത് ഉണ്ടാവുകയേ ഇല്ല. ഇതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ, കിതാബ് തൗഹീദിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദിന്റെ മഹത്വം അറിയാൻ ഉള്ള തെളിവുകളാണ് കൊണ്ടുവന്നത്. തൗഹീദിന്റെ 5 മഹത്വങ്ങൾ ഈ 5 തെളിവുകളിലൂടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ സ്ഥാപിക്കുകയുണ്ടായി. ഫദ്ലു തൗഹീദ്, തൗഹീദിന്റെ മഹത്വം. വമാ യുകഫിറു മിനദ്ദുനൂബ്, തൗഹീദ് പാപങ്ങൾ പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. പാപം പൊറുക്കുക, മറക്കുക എന്നുള്ളത് തൗഹീദിന്റെ മഹത്വമാണ്. പക്ഷേ തൗഹീദിന്റെ ഏറ്റവും വലിയ മഹത്വമാണ് പാപം പൊറുക്കുകയും മറക്കുകയും ചെയ്യുക എന്നുള്ളത് അറിയിക്കാനാണ് അത് അധ്യായത്തിന്റെ നാമമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നത്. അത് തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തൗഹീദ് പാപം പൊറുക്കും, പാപം മായ്ക്കും എന്ന് പറഞ്ഞു. എല്ലാ പാപവും തൗഹീദ് മായ്ക്കൂല. പിന്നെയോ പടച്ചവനുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹുവിൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ട പാപങ്ങളാണ് പൊറുക്കുക.
പടപ്പുകളുടെ ഹക്കുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അത് തൗഹീദ് പൊറുക്കൂല. അത് എന്ത് ചെയ്യണം? അതിന് നമ്മൾ അതിൻ്റെ പശ്ചാത്താപ രീതികൾ സ്വീകരിച്ച് നമ്മൾ അതിൻ്റെ ആ തെറ്റിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഹക്കുണ്ട്, പടപ്പുകളുടെ ഹക്കുമുണ്ട്. അള്ളാഹുവിൻ്റെ ഹക്ക് പൊറുക്കപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വത്തിൽ അള്ളാഹുവിൻ്റെ ഹക്ക് എന്താ? സക്കാത്താണ്. ഒരു വ്യക്തി സക്കാത്ത് നൽകിയില്ല, അത് അള്ളാഹുവിൻ്റെ ഹക്കാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്ത്, അള്ളാഹുവിൻ്റെ ഹക്ക്. ഇത്തരം ഹക്കുകളാണ് പൊറുക്കപ്പെടുക. എന്നാൽ പടപ്പുകളുടെ ഹക്കുണ്ട്. ഒരാളിൽ നിന്ന് അപഹരിച്ചെടുത്ത്, ഒരാളുടെ സ്വത്ത് അപഹരിച്ചെടുത്ത്, അത് ആ അപഹരിക്കപ്പെട്ട വ്യക്തിയുടെ അവകാശമാണ്, ഹക്കാണ്. ആ ഹക്ക് അത് പൊറുക്കണമെങ്കിൽ ആരാണ് അപഹരിച്ചെടുത്തത് അയാളുടെ അവകാശം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് മാപ്പാക്കിക്കണം. ഹുഖൂഖുൽ ഇബാദ് മുഖദ്ദമുൻ അലാ ഹുഖൂഖില്ല. അള്ളാഹുവിൻ്റെ ഹക്കിനേക്കാൾ അടിയാറുകളുടെ ഹക്ക് മുന്തിപ്പിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് മരണാനന്തര ക്രിയയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ ഇത്തരം അടിസ്ഥാനങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഫത്വകളും അതേപോലെ തന്നെ ഹുക്കുമുകളും ഒക്കെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ജാനിബിൽ അള്ളാഹുവിൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ടുള്ളതായ പാപങ്ങൾ അത് തൗഹീദ് കാരണത്താൽ പൊറുക്കുകയും അത് മാപ്പാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൗഹീദിൻ്റെ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയത്തിൽ അതിൻ്റെ ആ അധ്യായം വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സത്യദീനിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ കേട്ടതിൽ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക വഅൻഅം അലാ അബ്ദുല്ലാഹ് വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.